മട്ടൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് പെരിഞ്ചീരകം ഒന്ന് ചതച്ചെടുക്കുക. ആദ്യം എണ്ണയിൽ ഉരുളക്കിഴങ്ങ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമ്മൾ ആ എണ്ണയിൽ തന്നെ സബോള, പച്ചമുളക്, കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ പൊടിച്ച പൊടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് പച്ചമുളകൊന്ന് മാറി വരുമ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പൊടികളുടെ പച്ചമുളകൊന്ന് മാറി വരുമ്പോൾ നമ്മൾ വഴറ്റി വെച്ചേക്കണ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ മട്ടൺ വേവിച്ച വെള്ളം ചേർത്തിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് വെന്തതിന് ശേഷം നമ്മൾ വേവിച്ച മട്ടൺ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം വയ്ക്കാം. വറുത്തിടാനായിട്ട് സബോള നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുക. ഇതിൽ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മുടെ മട്ടൻ കറി റെഡി.